ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ ബുധനാഴ്ച നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം എത്തിയിരിക്കുകയാണ്. സാധാരണയായിട്ട് ഞാൻ രാത്രി കാലങ്ങളിലാണ് ബ്യൂട്ടി വ്ളോഗ് ചെയ്യുന്നത്, പക്ഷേ വളരെ അപൂർവമാണ് പകൽ സമയം ചെയ്യുന്നത്. ഇന്നിപ്പോൾ പകലാണ് ചെയ്യുന്നത്. പുറത്തത്തെ കിളികളൊക്കെ ഒച്ചയെടുക്കുന്ന ശബ്ദം കേൾക്കാം. ഒച്ചയല്ല കേട്ടോ, അവരുടെ നല്ല മധുരമായ എന്താ പറയുക, പാട്ട് പോലത്തെ സുന്ദരമായ സൗണ്ടാണ്. രസമുണ്ട് ബാക്കിൽ കേൾക്കാട്ടോ. അതൊരു കുരുവിയുടെ സൗണ്ടാണ്. അപ്പോൾ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചാൽ, ശരിക്കും പറഞ്ഞാൽ സ്കിൻ കെയർ വളരെ ഇമ്പോർട്ടൻ്റ്. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ് സ്കിൻ ആൻഡ് ഹെയർ നമുക്ക് പ്രായം ഏറി വരുംതോറും ഹെയറിൻ്റെ ആരോഗ്യം കുറഞ്ഞ് വരും. ഫുഡ് കഴിക്കുന്നതിൽ വളരെ സ്പെസിഫിക്കായിട്ട് തലമുടിക്ക് ഹെൽത്തി ആകാനുള്ള ഭക്ഷണം തന്നെ കഴിക്കണം. അതുപോലെ സ്കിന്നിൻ്റെ കാര്യത്തിലും. അപ്പോൾ നമുക്ക് നാച്ചുറലായിട്ടുള്ള പല കാര്യങ്ങളും നഷ്ടപ്പെടുന്നൊരു സമയമാണ്. അതായത് അത് ഒരു മെനോപോസൊക്കെ കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ല. അതിന് മുന്നേ ആണെങ്കിലും കുറച്ചൊരു എനിക്ക് തോന്നുന്നു ഒരു 35+ ആയി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് സ്കിന്നിന് മാറ്റം ഉണ്ടായി തുടങ്ങും. മാറ്റം ഇൻ ദ സെൻസ് നമുക്ക് നാച്ചുറലായിട്ടുള്ള ഓയിൽ സെക്രീഷൻ ആണെങ്കിലും അങ്ങനത്തെ കുറേ കാര്യങ്ങൾക്ക് കുറവുകൾ സംഭവിക്കും. അപ്പോൾ ഹെയറും സ്കിന്നും ഒക്കെ കൃത്യമായി പരിപാലിച്ചാൽ മാത്രമേ നന്നായിരിക്കുകയുള്ളൂ. അതിന് യാതൊരു സംശയം വേണ്ട. പിന്നെ ഭക്ഷണ കാര്യത്തിലും നമ്മൾ കറക്റ്റായിട്ട് ആവശ്യമുള്ള വൈറ്റമിൻസ്, മിനറൽസ്, എല്ലാ കാര്യങ്ങളും നമുക്ക് ആവശ്യമുള്ളതെല്ലാം കഴിച്ചിരിക്കണം. അത് ഞാൻ പല വീഡിയോസിലും ചെയ്തിട്ടുണ്ട്. ഇനി മറ്റൊരു വീഡിയോയിൽ ഞാൻ ഒരിക്കൽ കൂടി അത്തരം ഫുഡിനെ കുറിച്ചുള്ള ഒരു നമ്മുടെ ബ്യൂട്ടി വ്ളോഗിൻ്റെ ദിവസം തന്നെ ചെയ്യാം. അപ്പോൾ ഇന്നിപ്പോൾ വന്നിരിക്കുന്നത്, നമ്മുടെ മുഖത്ത് ചുളിവുകൾ, ചുളുക്ക് മുതലായ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യാൻ പറ്റുക? വരാതിരിക്കാൻ ശ്രദ്ധിക്കുക. വരില്ല എന്ന് ഞാൻ പറയില്ല. ഒരു സ്റ്റേജ് കഴിഞ്ഞാൽ എന്തായാലും കുറച്ച് ഷ്രിങ്കിങ് ഓഫ് സ്കിന്നൊക്കെ ഉണ്ടാവും. അപ്പോൾ ചെറിയ ചുളുക്കുകളും ചെറിയ ഫൈൻ ലൈൻസൊക്കെ എന്തായാലും വരും. ലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ കുറേ നാളായി ചിരിച്ചുകൊണ്ടിരിക്കുന്ന മുഖമാണെങ്കിൽ കുറേ വർഷങ്ങളാകുമ്പോൾ ആ ചിരിയുടെ ഒരു മാർക്ക് എന്തായാലും മുഖത്തുണ്ടാകും. പിന്നെ അങ്ങനെയൊക്കെ കുറച്ച്. പിന്നെ കണ്ണിൻ്റെ അടിഭാഗമാണ് ഏറ്റവും കൂടുതൽ ചുളുക്ക് വരാൻ സാധ്യതയുള്ള ഭാഗം. ഈ ചിരിക്കുമ്പോൾ ആ റിങ്കിൾസ് എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. പിന്നെ സ്കിന്ന് കുറച്ച് സാഗ് ചെയ്യാനുള്ളൊരു ടെൻഡൻസി, താഴോട്ടുള്ള നമ്മുടെ ഗ്രാവിറ്റി നമ്മളെ താഴേക്കാണ് പുൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു സത്യാവസ്ഥ. താഴേക്ക് നമ്മളെ വലിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ വലിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടത്തിൽ തന്നെയാണ് സ്കിന്നും ഒക്കെ താഴേക്കുള്ള ഷ്രിങ്കേജാണ്, താഴോട്ട് ഇങ്ങനെ തൂങ്ങി വരുന്ന ഒരു ടെൻഡൻസി. അപ്പോൾ അതൊക്കെ ഒന്നുകൂടി ഒന്ന് ടൈറ്റൻഡ് ആകണം. പിന്നെ മുഖത്തുണ്ടാകുന്ന ചുളിവുകൾ, പാടുകൾ, പിന്നെന്താ പറയുക, ഇങ്ങനെ ലൈൻസ്, ഫൈൻ ലൈൻസ് എല്ലാം കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ വേയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പുറമേയുള്ള ആപ്ലിക്കേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. ചെയ്താൽ മാത്രമേ ഉള്ളൂ. അതിൽ ഏറ്റവും നല്ലൊരു കാര്യം മസാജാണ്. നല്ല ഓയിൽ മസാജ് കൊടുക്കുക എല്ലാ ദിവസവും. പിന്നെ ചെറിയ പാക്കുകൾ ഇടുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ സ്കിന്ന് കുറച്ചുകൂടി ഭംഗിയായിട്ടിരിക്കും, നല്ല ഇൻടാക്റ്റ് ആയിരിക്കും. ചുളുക്ക് കാര്യങ്ങളൊക്കെ കുറേ ഒരു പരിധിയിൽ കൂടുതൽ കുറയും. നമ്മൾ നല്ല ടൈറ്റൻ, അതായത് സ്കിൻ ടൈറ്റനിങ് ആയിട്ടുള്ള മസാജസ്, സ്കിൻ ടൈറ്റനിങ് ആയിട്ടുള്ള പാക്കുകൾ, ഇതൊക്കെ ഇടുക. അപ്പോൾ എഗ് വൈറ്റ് നല്ലൊരു സ്കിൻ ടൈറ്റനിങ് ഏജൻറ്റാണ്. അത് ഏത് പാക്കിൽ ഉപയോഗിച്ചാലും നല്ലതാണ്. പക്ഷേ വെജിറ്റേറിയൻസിന് പിന്നെ ബുദ്ധിമുട്ടാണ് എഗ് വൈറ്റൊക്കെ മുഖത്ത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട്. അതായത് എഗ്ഗ് പോലും കഴിക്കാത്ത വെജിറ്റേറിയൻസ്, 2 എഗ്ഗ് കഴിക്കുന്നവർക്ക് പോലും എഗ്ഗിൻ്റെ മണം ചിലപ്പോൾ അരോചകമായിരിക്കും, പറയാൻ പറ്റില്ല. അപ്പോൾ അത്തരക്കാർക്ക് ഈ ഒരു ഞാൻ ഇന്ന് ചെയ്യാൻ പോണ ഈ ഒരു എന്താ പറയുക, ഇതൊരു ഫേഷ്യലാണെന്ന് തന്നെ പറയാം. ഒരു ദിസ് ഓറഞ്ച് ഫേഷ്യൽ. അത് സ്കിൻ ടൈറ്റനിങ് ആൻഡ് എന്താ പറയുക, സ്കിന്നിനെ കുറച്ച് യങ്ങറാക്കുന്ന, സ്കിൻ ടൈറ്റനിങ് ആൻഡ് ബ്രൈറ്റനിങ് ആൻഡ് ഗ്ലോയിങ് ആയിട്ടുള്ളൊരു ഫേഷ്യലാണ് ഈ ഒരു ഓറഞ്ച് ഫേഷ്യൽ. അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിനനുസരിച്ചാണ് പോകുന്നത്. ഓക്കെ. അപ്പോൾ ഞാനിപ്പോൾ കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആഴ്ചയിൽ ഒരു 3 ദിവസമെങ്കിലും ഓയിൽ മസാജ് കൊടുക്കാറുണ്ട്, ചില പാക്സ് ഇടാറുണ്ട്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ എന്ന് തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ. അപ്പോൾ കൂടി ഒന്ന് ഒതുക്കാം. ഓക്കെ. അപ്പോൾ ഹെയറൊക്കെ ഒന്ന് ഒതുക്കിയിട്ടുണ്ട്. ഇനി മുഖത്തുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാം. ഇതിലിപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് 2 ഇൻഗ്രീഡിയൻസിനാണ് ഫോക്കസ് ചെയ്യുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്. ഓറഞ്ചും അതിൻ്റെ ചാറ്, പിന്നെ അതിൻ്റെ ഓറഞ്ചിൻ്റെ തോട്, അതായത് പീൽ, ഓറഞ്ച് പീൽ, ഇതെല്ലാം ഭയങ്കര നല്ലതാണ്. പിന്നെ അതുപോലെ ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ. ഈ ഫ്ലാക്സ് സീഡിൻ്റെ ജെൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഇതിന് മുന്നേ പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട്, എങ്കിലും അന്ന് കണ്ടിട്ടില്ലാത്തവർക്ക് വേണ്ടിയിട്ട് ഫ്ലാക്സ് സീഡ് ജെൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഫ്ലാക്സ് സീഡ് എടുക്കുക. 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ്, ഏകദേശം 1/2 മുതൽ 3/4 കപ്പ് വെള്ളം വരെ ആകാം. വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ഫ്ലാക്സ് സീഡ് ജെൽ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളപ്പിക്കുക. ചെറിയ തീയിൽ ഒരു 5 മിനിറ്റ് വീണ്ടും തിളപ്പിച്ചുകൊണ്ടേയിരിക്കുക. തീ ഓഫ് ചെയ്യുക. പിന്നെ അത് ചൂടോടുകൂടി തന്നെ, സത്യം പറഞ്ഞാൽ ചൂടോടുകൂടി അത് അരിക്കുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അത് സെറ്റായി, അത് ഭയങ്കര ജെല്ലായി കഴിഞ്ഞാൽ നമുക്ക് അത് അരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാകും, അതിൻ്റെ ജെൽ പാർട്ട് മാത്രമായിട്ട്. അപ്പോൾ ചൂടോടുകൂടി അങ്ങ് അരിച്ച് മാറ്റി കഴിഞ്ഞാൽ ഇരുന്ന് തണുക്കുമ്പോൾ അത് ജെല്ലാകും. അപ്പോൾ അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, പോയിട്ട് വരാം. 1/2 കപ്പ് വെള്ളം തിളയ്ക്കാനായിട്ട് വയ്ക്കുന്നു. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്ലാക്സ് സീഡ് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലേക്കാണ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഒരു 5-6 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. ഇതുപോലെ തിളച്ച് പതഞ്ഞ് വരുന്നത് നോക്കിയാൽ ഈ തീ ചിലപ്പോൾ ഒന്ന് കുറച്ച് നോക്കാം. ചെറിയ തീയിൽ കിടക്കട്ടെ. പെട്ടെന്ന് തന്നെ ആകും, ജെല്ലായിട്ട് വരും.
ജെൽ ഫോമിലായി കഴിഞ്ഞു ഓൾമോസ്റ്റ്. തീ ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് അരിച്ചെടുക്കാം. നമ്മുടെ ജെല്ല് റെഡിയാണ്. ജെൽ ഫ്ലാക്സ് സീഡ് ജെൽ ശരിക്കും നല്ല ജെല്ലി ഫോമിലേക്ക് മാറിക്കഴിഞ്ഞു. തണുത്ത് കഴിഞ്ഞപ്പോൾ നോക്കിയേ, കാണുമ്പോൾ അറിയാം. ഓക്കെ, അതൊരു കാര്യം, അത് ഞാൻ എടുത്തിട്ടുണ്ട്. ദാറ്റ് ഈസ് വൺ തിങ്. പിന്നെ ഓറഞ്ചിന് പീസസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച് നല്ല ചിൽഡാക്കി നല്ല തണുപ്പിച്ചാണ് ഉപയോഗിക്കാൻ പോകുന്നത്. അതൊരു കാര്യം. പിന്നെ ഓറഞ്ചിൻ്റെ പീൽ, അത് ഞാനിങ്ങനെ ഫ്രഷ് ഓറഞ്ച് പീൽ ഇങ്ങനെ അരച്ചെടുത്തിട്ടുണ്ട്. ഓറഞ്ച് പീൽ പൗഡറും നമുക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കാം, അതും ഉണ്ട് കയ്യിൽ. ഓറഞ്ച് പീൽ പൗഡർ എന്ന് പറയുമ്പോൾ ഓറഞ്ചിൻ്റെ പീലിനെ വെയിലത്ത് വെച്ച് ഉണക്കിയിട്ട് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ്. വാങ്ങാനും കിട്ടും, എന്താ പറയുക, ഓൺലൈൻ സെർച്ച് ചെയ്താൽ മതി. ഓറഞ്ച് പീൽ പൗഡർ അതും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളുണ്ട്. പിന്നെ എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഹൊഹോബോ ഓയിൽ. ഓക്കെ, അതിൻ്റെ പേര് സ്പെല്ലിംഗ് ഇങ്ങനെയാണ്, JOJOBA. ഹൊഹോബ ഓയിൽ എന്നാണ് അത് പ്രൊനൗൺസ് ചെയ്യുന്നത്. പണ്ടൊക്കെ ഞാൻ തെറ്റിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, ഇപ്പോൾ എനിക്ക് കറക്റ്റായിട്ട് അത് ഞാൻ പ്രൊനൗൺസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ബെനിഫിറ്റ്സ്. ഓറഞ്ച് പീലിൻ്റെയൊക്കെ ബെനിഫിറ്റ്സ് പറയട്ടെ. ഓറഞ്ച് പീലിൻ്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്, സ്കിൻ ബെനിഫിറ്റ് എന്ന് പ്രധാനമായിട്ട് പറയാം, ഇറ്റ്സ് വെരി ഗുഡ് ഫോർ സ്കിൻ ഇൻഫ്ലമേഷൻ. സ്കിന്നിലൊക്കെ ഒരു നീര് പോലെ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലമേഷൻ പോലെയൊക്കെ വരികയാണെങ്കിൽ, തടിപ്പ് കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റാണ്. കാരണം ഇതിൽ വൈറ്റമിൻ സി പോലെയുള്ള ആൻറ്റി ഓക്സിഡൻസിൻ്റെ പ്രസൻസ് ധാരാളമായിട്ട് അടങ്ങിയിരിക്കുന്നുണ്ട്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെ ഈ ഓറഞ്ച് പീലിൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഫ്ലവനോയിഡ്സ് പോലെയുള്ള ബയോ ആക്റ്റീവായിട്ടുള്ള കുറേ കോമ്പൗണ്ട്സ് ഉണ്ട്, ധാരാളം അങ്ങനത്തെ കോമ്പൗണ്ട്സ് ഉണ്ട്. അത് ചെയ്യുന്ന ഗുണം എന്ന് വെച്ചാൽ, സ്കിൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് ബ്രൈറ്റൻ ചെയ്യും. ഒന്ന് നല്ല തിളക്കമുള്ളതാക്കും. 2 ബ്ലാക്ക് സ്പോട്ട്സ് പിന്നെ പിഗ്മെൻറ്റേഷൻ മുതലായ കാര്യങ്ങളൊക്കെ ഒന്ന് ശമിപ്പിക്കും. ഓക്കെ, കൺട്രോൾ ചെയ്യും. പിന്നെ അതുപോലെ ഏജിങ് സ്കിന്നിനെ കുറച്ചുകൂടെ യങ്ങറാക്കും. അതൊരു പ്രധാന കാര്യമാണ്. പിന്നെ ആക്നെ മുതലായ കാര്യങ്ങൾ വരുന്നത് തടയും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ എന്താ പറയുക, നല്ല ബ്രൈറ്റ് ആകും, ഗ്ലോ ആകും, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ സയൻസ് ഓഫ് ഏജിങ് ഒക്കെ കുറേ പ്രിവെൻറ്റ് ചെയ്യും. അതൊരു വലിയ കാര്യമല്ലേ, സയൻസ് ഓഫ് ഏജിങ് പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ള കാര്യം. അപ്പോൾ അതും ഈ ഒരു ഇതുകൊണ്ട് നടക്കുന്നുണ്ട്. പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ ടോണ് കുറച്ചുകൂടിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യും, നല്ല സ്കിൻ ടോണ് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ഓറഞ്ച് പീലിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നല്ല റേഡിയൻറ്റ് ആൻഡ് ക്ലിയർ ആൻഡ് ബ്യൂട്ടിഫുൾ കംപ്ലക്ഷനായിട്ട് നമ്മുടെ സ്കിന്ന് മാറുന്നതിന് ഈ ഓറഞ്ച് പീൽ പൗഡറിൻ്റെ ഫോമിലാണെങ്കിലും, ഓറഞ്ച് പീൽ ഇപ്പോൾ ഞാൻ എടുത്ത് വെച്ചിരിക്കുന്ന പോലെ അരച്ച് പേസ്റ്റാക്കി വെച്ചാലും പല പാക്കുകളിൽ ഉപയോഗിക്കാം, പിന്നെ സ്ക്രബുകളിൽ ഉപയോഗിക്കാം, പിന്നെ അതുപോലെ ക്ലെൻസിങ്ങിന് ഉപയോഗിക്കാം. ഏത് നമ്മൾ ചെയ്യുന്നതിൻ്റെ കൂടെയും ഈ ഓറഞ്ച് പീലും കൂടി മിക്സ് ചെയ്തിട്ട് ചെയ്താൽ അത് സ്കിന്നിന് ഭയങ്കര ഒരു ഗ്ലോയിങ് സ്കിന്നാക്കി മാറ്റാനുള്ള കഴിവുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ഓറഞ്ചിനെ ബേസ് ചെയ്തിട്ടുള്ളൊരു കാര്യം നമുക്ക് വളരെ നല്ലതാണ് നമ്മുടെ സ്കിന്നിന്. പിന്നെ ഒരു ഓറഞ്ച് എടുത്തിട്ട് ഓറഞ്ച് കഴിക്കുക, അതിൻ്റെ തോട് എടുക്കുക, എന്നിട്ട് ബാക്കി ഈ സ്കിൻ ബെനിഫിറ്റ്സിൻ്റെ കാര്യത്തിന് ഉപയോഗിക്കുക. അപ്പോൾ ഉള്ളിലേക്ക് നമ്മൾ ഓറഞ്ച് വൈറ്റമിൻ സി ധാരാളമായിട്ട് അടങ്ങുന്ന കാര്യമാണ്, ആൻറ്റി ഓക്സിഡൻ്റാണ്. അപ്പോൾ അത് കഴിക്കുന്നത് നല്ലതാണ്. ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, നമ്മുടെ സ്കിന്നിന് സംഭവിക്കാൻ പോകുന്ന കാര്യം, അതായത് ഓവർ എക്സ്പോഷർ ടു സൺ. ആ ഒരു ടാനിനപ്പുറത്തേക്ക് ഓക്സിഡേറ്റീവ് സ്ട്രെസ് എന്നുള്ളൊരു ആ ഒരു സ്റ്റേറ്റിലേക്ക് പോകാണ്ട് നമ്മുടെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ഈ ഓറഞ്ചിന് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ ഓറഞ്ചിന് ഉള്ളത്. അതായത് സ്കിന്നിനുണ്ടാകുന്ന ഈ ദോഷങ്ങൾ എന്ന് പറഞ്ഞാൽ അൾട്രാ വയലറ്റ് റേഡിയേഷൻ ആൻഡ് പൊല്യൂഷൻ കൊണ്ട് സംഭവിക്കുന്ന എൻവയറമെൻ്റലായിട്ട് നമുക്ക് സംഭവിക്കുന്ന ഈ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സാണ്. അത് മാറാനായിട്ടും അതിൽ നിന്നും പ്രിവെൻറ്റ് ചെയ്യാനായിട്ടും പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടും ഓറഞ്ച് പീലിനും ഒക്കെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പ്രധാന ഒരു ഇൻട്രൊഡക്ടറി ആയിട്ട് ഞാൻ പറഞ്ഞത്. അപ്പോൾ തന്നെ മനസ്സിലായല്ലോ എത്രത്തോളം സ്കിൻ ബെനിഫിഷ്യലാണ് ഓറഞ്ച് എന്നുള്ള കാര്യം. അപ്പോൾ ഈ ഓറഞ്ച് വെച്ചിട്ടുള്ള കളിയാണ് ഇന്ന് നമ്മൾ മുഖത്തിന് നല്ലതായിട്ട് ഒരു മസാജും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പോകണം. ഓറഞ്ച് ഈസ് അവർ ഇന്നത്തെ താരം. ഓക്കെ, ആദ്യം എൻ്റെ ഫേസ് ഞാൻ നല്ലതായിട്ട് വാഷ് ചെയ്ത് ക്ലീനായിട്ട് വന്ന ഫേസാണ്, വിത്തൗട്ട് എനി മേക്കപ്പ്. ഓക്കെ, കണ്ണിൻ്റെ അകത്ത് ഞാൻ ചെറുതായിട്ട് കൺമഷി എഴുതിയിട്ടുണ്ട്, അത്രയേ ഉള്ളൂ, വേറെ കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, ഇനി ഇതിൽ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞാൽ, ആദ്യം ഫസ്റ്റ് തിങ് ഓറഞ്ച് നല്ല ചിൽഡായിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട്, ഇതിൽ നിന്ന് എടുക്കുക. എന്നിട്ട് മുഖത്തൊന്ന് നന്നായിട്ട് അതിൻ്റെ ജ്യൂസ് വെച്ചിട്ടൊന്ന് മസാജ് ചെയ്യാം. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ ക്ലൻസ്ഡ് ഫേസ് ആയതുകൊണ്ട് വേറെ കാര്യമൊന്നുമില്ല. എടുക്കുന്നു. അപ്പോൾ ഇതിൻ്റെ നീരായിട്ട് ഞാൻ എടുത്ത് മാറ്റിയിട്ടില്ല, ഇതിൽ നിന്നും ജ്യൂസ് വന്നോളൂ. ഓക്കെ, അത് നല്ല തണുപ്പ്, ആഹാ, കാര്യം ഇത് ചിൽഡായിട്ട് ചെയ്യുമ്പോൾ നല്ല സുഖമാണ്, നല്ല രസമാണ്, സ്കിന്നിന് നല്ലൊരു കൂളിംഗ് ഫീലാണ്. ഇതൊരു 5 മിനിറ്റ് ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടേയിരിക്കും. ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കഴുത്തിലും കൂടി ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് കൺവീനിയൻസ് അല്ല, കാരണം ഷൂട്ട് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ തേക്കാത്ത. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഈ നെക്ക് പാർട്ടും കൂടി കവർ ചെയ്യും. നോക്കിയേ, പകുതിയായി.
അതിൻ്റെ ജ്യൂസെല്ലാം ഇങ്ങനെ നമ്മുടെ സ്കിന്നിലേക്ക് പറ്റുന്നുണ്ട് ഇങ്ങനെ നന്നായിട്ട്. കാണാവോ? യെസ്, ഒരു ഓറഞ്ചിൻ്റെ പകുതി, ഒരു അല്ലിയുടെ പകുതി കഴിഞ്ഞു. അയ്യോ, കണ്ണിനകത്തു കണ്ണിനകത്തേക്ക് അതകത്ത് ചെറുതായിട്ട് സെക്കൻഡ് പാർട്ട് എടുക്കുന്നു. അപ്പോൾ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ജ്യൂസി ഓറഞ്ച് സെക്കൻഡ് വൺ. ഒരു അല്ലിയുടെ പകുതിയാണ് ആദ്യം എടുത്തത്, സെക്കൻഡ് ഹാഫ്. ഇതും കൂടി നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാം. ഒരല്ലിയൊക്കെ മതിയാകും, ധാരാളം. അങ്ങനെ നമ്മൾ ആൻറ്റി ഓക്സിഡൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് മുഖത്തിങ്ങനെ തേച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇത് ഇൻഫ്ലമേഷനൊക്കെ കുറയ്ക്കും. ഒരു നീര് പോലെ മുഖത്തൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറും. നല്ല സ്കിൻ ബ്രൈറ്റ് ആകും, ഗ്ലോ ആകും. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട് കേട്ടോ. നമുക്ക് സ്ട്രെസ്സ് കൊണ്ടാണ് പലപ്പോഴും പല ഫാക്ടേഴ്സ് ഉണ്ട്. എൻവയറമെൻറ്റൽ പൊല്യൂഷൻ വൺ ഫാക്ടർ, ഓക്സിഡേറ്റീവ് സ്ട്രെസ്സ് വരാൻ. അല്ലാണ്ട് തന്നെ നമ്മുടെ വർക്ക് സ്ട്രെസ് ഉണ്ടാകാം, വർക്ക് പ്രഷേഴ്സ് ഉണ്ടാകാം, പിന്നെ വീട്ടിലുണ്ടാകുന്ന നമ്മുടെ പേഴ്സണൽ ലൈഫിലുണ്ടാകുന്ന പല സ്ട്രെസ്സുകളും വിഷമങ്ങളും ഒക്കെ നമ്മുടെ സ്കിന്നിനെയും ബാധിക്കും. നമ്മൾ സ്ട്രെസ്ഡ് ആണെങ്കിൽ എന്താ സംഭവിക്കുക? എല്ലാ ഭാഗത്തും അത് ബാധിക്കില്ലേ? നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഇൻടേക്ക്, നമ്മൾ ചിലപ്പോൾ നല്ല ഭക്ഷണമൊന്നും ആ സമയത്ത് കഴിക്കണം എന്നില്ല. മനസ്സ് സന്തോഷത്തിലിരുന്നാലേ ബാക്കി എല്ലാ കാര്യങ്ങളും നന്നാവുള്ളൂ. ഓക്കെ, അതും കഴിഞ്ഞു, ഫിനിഷ്ഡ്. ഇതിപ്പോൾ എൻ്റെ സ്കിന്നും ഇതേ ഉള്ളൂ, ജ്യൂസെല്ലാം പോയി. ഓക്കെ, ഇനി ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഓക്കെ, ദാറ്റ് ഈസ് അതൊന്ന് വാഷ് ഔട്ട് ചെയ്യുന്നില്ല, തുടച്ചു മാറ്റുന്നുമില്ല. അത് സ്കിന്നിൻ്റെ അകത്തേക്ക് പോയിക്കോട്ടെ, ഒന്ന് അബ്സോർബ് ചെയ്യട്ടെ. അപ്പോൾ ഇത് ഡ്രൈ ആകും. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പരിപാടി. ഇത് ഏകദേശം ഡ്രൈ ആയിക്കൊണ്ടിരിക്കുന്നു. ഓക്കെ, ആ സമയം വേറൊരു കാര്യം സെറ്റ് ചെയ്യാം നമുക്ക്. ദാറ്റ് ഈസ് ഒരു ബൗൾ എടുക്കുന്നു. ഇത് നമ്മുടെ ഓറഞ്ച് പീല് അരച്ചത്, ഓറഞ്ചിൻ്റെ തോട് അരച്ചെടുത്താണ്. അതിൽ നിന്നൊരു 1/2 ടീസ്പൂൺ എടുക്കുന്നു. എന്നിട്ട് ഇതിലേക്ക് ഹൊഹോബ ഓയിൽ കുറച്ച് ഒഴിക്കാം. ഹൊഹോബ ഓയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സ്കിന്ന് നാച്ചുറലി നമ്മുടെ ബോഡി പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്കിന്നിൽ നിന്നുണ്ടാകുന്ന സെബം, നാച്ചുറൽ ഓയിൽ ഉണ്ടല്ലോ, ആ സെബം അതിൻ്റെ ഇക്വലൻ്റ് ആണെന്നാണ് പറയുന്നത് ഹൊഹോബ ഓയിൽ. അതുകൊണ്ട് അത് വേറെ ഒരു കാര്യവും വേണ്ട, ഇത് തന്നെ മതി. നമുക്ക് നാച്ചുറൽ സെബം പ്രൊഡക്ഷനൊക്കെ കുറയുന്ന ഒരു പ്രായത്തിലാണെങ്കിൽ എല്ലാ ദിവസവും ഹൊഹോബ ഓയിൽ സ്കിന്നിലിടണം എന്നാണ് ഞാൻ പറയാറ്. ഞാൻ ഉപയോഗിക്കാറുള്ള ഒരു കാര്യമാണ്. ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ. ഇത് ആക്നി, പിമ്പിൾസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും വരില്ല. കാര്യം ഇത് നമ്മുടെ നാച്ചുറൽ സെബത്തിന് തുല്യമാണ്. ഇത് നോൺ കൊമഡോജനിക്കാണ്, കൊമഡോജനിക്കല്ല. അതുകൊണ്ട് പോസ് ഒന്നും ക്ലോഗ് ചെയ്യില്ല. അതിൻ്റെ കൂടെ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. 1 ടീസ്പൂണോളം എടുത്തു. അപ്പോൾ ഒരു ഓറഞ്ച് ഓയിലാക്കി കൊണ്ടിരിക്കുക. അപ്പോൾ ഓറഞ്ചിൻ്റെ ജ്യൂസൊക്കെ സ്കിന്നിലേക്ക് ഉള്ളിലേക്ക് പോയി കഴിഞ്ഞു. ഓക്കെ, ഇനി ഈ ഓയിൽ എടുക്കാം. സി ദിസ് ഓയിൽ വിത്ത് ദി ഓറഞ്ച് പീൽ. ഇത് വെച്ചിട്ട് നന്നായിട്ട് മസാജ് ചെയ്യാം. കളർ മാറി നോക്കി, ഒരു ചെറിയൊരു ഓറഞ്ച് കളർ വന്നാണ്ട്. ഇപ്പോൾ നാച്ചുറൽ പിഗ്മെൻറ്റ്സ് അതിനകത്തുണ്ട്. ഒരു ഓറഞ്ചിൻ്റെ കളർ, ഒരു ഓറഞ്ച് കളർ അത് ഓയിലുമായിട്ട് മിക്സ് ചെയ്തപ്പോൾ പുറത്തേക്ക് വന്നു. വീണ്ടും പറയുന്നു, ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ കഴുത്തിനും കൂടി അപ്ലൈ ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഡു ഇറ്റ് ടു യുവർ നെക്ക് ഓൾസോ, നെക്ക് പാർട്ട്. ആഹാ, എന്താ മണം! നല്ലൊരു ഓറഞ്ച് സിട്രസ് മണം. ഹൊഹോബ ഓയിലിനൊരു പ്രത്യേകിച്ച് മണമൊന്നുമില്ല, ഒരു അത്ര സുഖമുള്ളൊരു മണമൊന്നുമില്ല, സാധാരണ ഒരു മണം. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മസാജ് ചെയ്യാം. ഫൈൻ ലൈൻസും റിങ്കിൾസ് മുതലായ കാര്യങ്ങൾ വരുന്ന ഭാഗങ്ങളാണ് നെറ്റി, അങ്ങനത്തെ സ്ഥലം, പിന്നെന്താ കഴുത്ത്, കണ്ണിനടിഭാഗം, എല്ലാ സ്ഥലത്തും നന്നായിട്ട് മസാജ് ചെയ്യുക. 5 minutes ഓഫ് ബ്യൂട്ടിഫുൾ മസാജ് കൊടുക്കുക. മുകളിലേക്കാണ് നമ്മൾ മസാജ് ചെയ്യേണ്ടത്, താഴേക്കല്ല. എപ്പോഴും അപ്വേർഡ് ആൻഡ് ഔട്ട്സൈഡ്, ഇങ്ങനെ ഐദർ ഇങ്ങനെ അല്ലെങ്കിൽ ഇങ്ങനെ മുകളിലേക്ക്.
സ്കിന്നിന് ഭയങ്കര ഗുണം ചെയ്യും ഇത്തരം കാര്യങ്ങളൊക്കെ. ഞാനെന്താ ചെയ്യാൻ നോക്കിയാൽ കയ്യിലൂടെ തേച്ച് വയ്ക്കും. എന്തായാലും കുഴപ്പമില്ല, നമ്മുടെ കയ്യിൽ കുറച്ച് ഓയിൽ ബാക്കി വരുന്നത് ഇങ്ങനെ തേക്കുന്നു. ഓക്കെ, കഴിക്കുന്നതല്ലേ. എന്ത് കാര്യം കിട്ടിയാലും ഞാനിങ്ങനെ കൈപ്പത്തിയിൽ തേച്ചിങ്ങനെ ഏത് കാര്യം ബാക്കി വന്നാലും ഇങ്ങനെ ചെയ്യാം. എല്ലാം സ്കിൻ ബെനിഫിഷ്യലാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിഞ്ഞ് ഈ പാർട്ട് ഇത് എത്ര നേരം വേണമെങ്കിലും മസാജ് ചെയ്യട്ടെ, നമ്മുടെ ഇഷ്ടമാണ്. സമയമുണ്ടെങ്കിൽ കൂടുതൽ ചെയ്യാം. എന്നിട്ട് ഇത് കുറച്ച് നേരം മുഖത്തിട്ടേക്കാം. അത് കഴിഞ്ഞിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഒരു പാക്കും കൂടി ഇടാം. ഇച്ചിരി നേരം കഴിയട്ടെ, വെയിറ്റ് ചെയ്യാം. അപ്പോൾ കുറച്ച് നേരമായി. ഇനി ഇത് എത്രത്തോളം മുഖത്ത് കിടന്നാലും നല്ലതാണ്. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത് കുറച്ചൊന്ന് റിമൂവ് ചെയ്യാം. ആദ്യം ഏത് ഓയിൽ മസാജ് കഴിഞ്ഞാലും നമ്മൾ ഇച്ചിരി വെള്ളം തടവിയിട്ട് തുടച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ക്ലെൻസിങ് ആണത്. ദിസ് ഇസ് വാട്ടർ. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഓയിൽ പോസിലൊന്നും പോയി ക്ലോഗ് ചെയ്യൊന്നുമില്ല. ഏത് ടൈപ്പ് ഓയിലാണെങ്കിലും ഈ രീതിയിലാണ് ക്ലിയർ ചെയ്യേണ്ടത്. ജസ്റ്റ് തുടച്ച് മാറ്റും. കുറച്ച് ഓയിലിൻ്റെ അംശമൊക്കെ ഉണ്ടാവും. ഇതേ നോക്കി, കളർ നോക്കി ഓയിലിൻ്റെ, ഓറഞ്ച് ഓയിൽ. അപ്പോൾ വെള്ളം തടവിയിട്ട് മാത്രമേ ഇത് ചെയ്യാവുള്ളൂ. ആഫ്റ്റർ വാട്ടർ വെള്ളം കൊണ്ടൊന്ന് തടവുക. അത് കഴിഞ്ഞിട്ടിങ്ങനെ ടിഷ്യൂവോ തുണിയോ എന്താണെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്നിങ്ങനെ ഒപ്പിയെടുക്കുക. അപ്പോൾ കുറച്ച് എക്സസ് ആയിട്ടുള്ളതൊക്കെ പോകും. എന്നാൽ കംപ്ലീറ്റ് ആയിട്ട് ഡ്രൈ ഔട്ട് ആവില്ല, സ്കിന്ന് നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. ആ ഓയിലിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എക്സസ് പോയി. ഓക്കെ, കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ്, ഇനി ഒരു പാക്ക് ഇടാൻ പോകുന്നു. ഓക്കെ, അതെ, ഓക്കെ, സ്കിന്ന് നല്ല സോഫ്റ്റ് സ്മൂത്തായിട്ടിരിക്കുകയാണ് ഓൾറെഡി. ഓക്കെ, ഞാൻ പാക്ക് ഇടട്ടെ. പാക്കിലെ പ്രധാന ഇൻഗ്രീഡിയൻ്റ് എന്താണ്? ദിസ് ജെൽ, ഫ്ലാക്സ് സീഡ് ജെൽ. അതും ഓറഞ്ചും തന്നെയാണ് അതിൻ്റെയും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. പിന്നെ എന്താണ് നമ്മുടെ ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഫ്ലാക്സ് സീഡ് ജെൽ ഒരു നാച്ചുറൽ മോയ്സ്ചറൈസർ ആൻഡ് ഒരു ഹൈഡ്രേറ്റിംഗ് ഏജൻറ്റാണ്. omega-3 ഫാറ്റി ആസിഡ്സിൻ്റെ ധാരാളം പ്രസൻസ് ഇതിനകത്തുണ്ട്. അതുകൊണ്ട് തന്നെ സ്കിന്ന് നല്ല എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആയിട്ടും ഹൈഡ്രേറ്റഡ് ആയിട്ടും ഇരിക്കും. ഹൈഡ്രേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ ഹൈഡ്രേഷൻ അല്ല, നല്ല ഹൈഡ്രേഷൻ ഉണ്ടാകും. പിന്നെ നമ്മുടെ സ്കിൻ ബാരിയേഴ്സിൻ്റെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് ഈ എന്താ പറയുക, ഒരു ഫ്ലേക്കിനെസ്സും ഡ്രൈനെസ്സും നമ്മളെ ആക്രമിക്കാതിരിക്കാനായിട്ട് സഹായിക്കും. സ്കിന്ന് ഡ്രൈ ആയിട്ട് മൊരിഞ്ഞളകുക എന്നൊക്കെ പറയില്ല, അതുപോലുള്ള കാര്യങ്ങളൊന്നും വരില്ല. നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ ഫ്ലാക്സ് സീഡ് ജെൽ ഒരു പ്രധാന കാര്യമായിട്ട് വയ്ക്കുക. അപ്പോൾ നല്ലതായിട്ട് സ്കിൻ എപ്പോഴും മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ കൊളാജൻ പ്രൊഡക്ഷൻ, ആ ഒരു കാര്യത്തിനും കുറച്ചുകൂടി ഒരു ത്വര ഉണ്ടാവും, എൻഹാൻസ് ചെയ്യും. അപ്പോൾ അപ്പിയറൻസ് ഓഫ് ഫൈൻ ലൈൻസ്, സാഗിങ് സ്കിന്ന് അതെല്ലാം വരാണ്ട് അല്ലെങ്കിൽ വന്നവർക്കത് കുറയ്ക്കാനും, ഫൈൻ ലൈൻസ്, സാഗിങ് ഓഫ് ദ സ്കിൻ ഇതെല്ലാം കുറഞ്ഞ് വന്നാൽ എന്ത് സംഭവിക്കുന്നു? സ്കിന്ന് ഭയങ്കര യൂത്ത്ഫുൾ ആയിട്ടിരിക്കും, നല്ല ചെറുപ്പമായിട്ടുള്ള സ്കിന്നായിട്ടിരിക്കും. നമ്മുടെ സ്കിന്നും ഹെയറുമാണ് നമ്മുടെ ചെറുപ്പത്തിനെ ഡിഫൈൻ ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ. പിന്നെ അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സസൈസ് ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്നും ഞാൻ മാറ്റി നിർത്തിയിട്ട് പറയല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് അഡീഷണൽ ആയിട്ടൊരു സോഴ്സാണ് നമ്മൾ ഔട്ട്സൈഡായിട്ട് കൊടുക്കുന്ന ഇത്തരം ആപ്ലിക്കേഷൻസ്. അപ്പോൾ ഇതെല്ലാം ഉള്ളിലേക്ക് പോകും, സ്കിന്നിൻ്റെ പോസ് വഴിയൊക്കെ അകത്തേക്ക് കടന്നു കയറുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു ജെല്ല് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തന്നെയാണ് കൊളാജൻ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്യാനും, പിന്നെ അതുപോലെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യാനും, ഫൈൻ ലൈൻസ്, റിങ്കിൾസ്, സാഗിങ് സ്കിന്ന് അതെല്ലാം ഒരു പരിധിയിൽ കൂടുതൽ തടയാനും ഇമ്പ്രൂവ് ചെയ്യാനും സഹായിക്കും. ഓക്കെ, അതൊരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, omega-3 ഫാറ്റി ആസിഡ്സ് ധാരാളം ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ ഫേമിങ് ഓഫ് സ്കിന്നിന് നല്ലൊരു ഫേംനെസ്, ഉറപ്പ് കിട്ടാനായിട്ട് സഹായിക്കും. അതുപോലെ ഡാമേജ്ഡ് ആയിട്ടുള്ള സെൽസ് ഉണ്ടെങ്കിൽ അത് റിപ്പയർ ചെയ്യും. പിന്നെ ആക്നെ മുതലായ കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്യും. അതിനൊക്കെ നല്ലതാണ് കേട്ടോ ഫ്ലാക്സ് സീഡ് ജെൽ. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ട് തന്നെ സ്കിന്നിനുണ്ടാകുന്ന ചെറിയ ഇറിറ്റേഷൻസ്, ഇൻഫ്ലമേഷൻസ് അതെല്ലാം കുറയ്ക്കാനും ഇത് നല്ലതാണ്. പിന്നെ ഞാൻ പറഞ്ഞു ആക്നെ പ്രിവെൻറ്റ് ചെയ്യുന്നത്, അതുകൊണ്ട് തന്നെ പെട്ടെന്നുണ്ടാകുന്ന ബ്രേക്ക് ഔട്ട്സൊക്കെ ഒരു പരിധിയിൽ കൂടുതൽ ഫ്ലാക്സ് സീഡ് ജെല്ല് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ കുറയും, ഉണ്ടാകാനുള്ളത് തടയുകയും ചെയ്യും. കാര്യം ഇത് ഭയങ്കര കൂളിംഗ് പ്രോപ്പർട്ടിയും കൂടിയാണ്, സ്കിന്ന് ഭയങ്കര കൂളായിട്ട് സൂക്ഷിക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ് ജെല്ല് ഈ പിഗ്മെൻറ്റേഷൻ ഉണ്ടാക്കുന്ന മെലാനിൻ്റെ പ്രൊഡക്ഷൻ
അത് ഓവറാകുമ്പോഴാണല്ലോ പിഗ്മെൻറ്റേഷനായി മാറുന്നത്. അപ്പോൾ മെലാനിൻ പ്രൊഡക്ഷനെ ഒന്ന് ഇൻഹിബിറ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ കുറച്ചൊന്ന് തടയാനായിട്ട്, മെലാനിൻ പ്രൊഡക്ഷൻ ഭയങ്കരമായിട്ട് നടക്കുകയാണെങ്കിൽ അതിനെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ടും ഇത് ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് തന്നെ പിഗ്മെൻറ്റേഷനെതിരായിട്ടും ഇത് നല്ലൊരു റെമഡിയാണ് ഫ്ലാക്സ് സീഡ് ജെൽ. ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ മാറ്റിയിട്ട് കുറച്ചുകൂടെ റേഡിയൻറ്റ് ആൻഡ് ഈവൻ സ്കിൻ ടോൺ കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അപ്പോൾ ഒരു നാച്ചുറൽ ഫേമിംഗ് ആണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. നാച്ചുറൽ സ്കിന്ന് നല്ല ടൈറ്റ് ആൻഡ് ഫേമായി വരുമ്പോൾ നാച്ചുറലായിട്ട് സംഭവിക്കുമ്പോൾ എന്ത് പറ്റുന്നു, ഒരു ടോട്ടൽ റിജുവിനേഷനാണ് നമ്മുടെ സ്കിന്നിനുണ്ടാകുന്നത്. അതായത് സ്കിന്നിന് ഒരു നാച്ചുറൽ ഫേംനെസ് ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ സ്കിന്നിൻ്റെ ഒരു ടോട്ടൽ റിജുവിനേഷൻ നമുക്ക് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് നമ്മുടെ ഡെയിലി സ്കിൻ കെയർ റുട്ടീനിലും ഫ്ലാക്സ് സീഡ് ജെൽ എല്ലാ ദിവസവും മുഖത്ത് പുരട്ടുന്നതും വളരെ വളരെ നല്ലതാണ്, ബെനിഫിഷ്യലാണ്. അപ്പോൾ നാച്ചുറൽ സ്കിൻ ടൈറ്റനിങ് ഒക്കെ സംഭവിക്കുമ്പോൾ പോസ്, ഓപ്പൺ പോസ് ഉള്ളവർക്കെല്ലാം പോസിൻ്റെ ചുരുക്കാനായിട്ട്, ഏജ് കൂടുന്തോറും പോസിൻ്റെ വലിപ്പം കൂടുമെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ആ പോസൊക്കെ കുറച്ചുകൂടെ ഒന്ന് ചുരുങ്ങി സ്മോളർ സൈസായിട്ട് ടൈറ്റൻഡായി വരുമ്പോൾ, സ്കിന്ന് ടൈറ്റനിങ് ആൻഡ് സ്കിൻ ഫ്രഷായി വരുമ്പോൾ, ഫേമായി വരുമ്പോൾ പോസിൻ്റെ വലിപ്പവും കുറഞ്ഞുകൊണ്ട് വരും. റിഡക്ഷൻ ഓഫ് ഓപ്പൺ പോസ് അത് കുറച്ചുകൂടി ചുരുക്കാനും സഹായിക്കും. ഫ്ലാക്സ് സീഡ് ജെല്ലിൻ്റെ ഗുണം മനസ്സിലാവുന്നുണ്ടല്ലോ, എന്തോരമാണ് ഇഷ്ടം പോലെ. പിന്നെ ഇതിനകത്ത് ആൻറ്റി ഓക്സിഡൻറ്റ് പ്രൊട്ടക്ഷനാണുള്ളത്. കാരണം എൻവയറമെൻറ്റൽ സ്ട്രെസ് കൊണ്ടും പൊല്യൂഷൻ കൊണ്ടും സ്കിന്നിന് സംഭവിക്കുന്ന എല്ലാ ഡാമേജസും, സ്കിൻ ഡാമേജസും പ്രിവെൻറ്റ് ചെയ്യാനും ഇത് നല്ലതാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻവയറമെൻറ്റൽ ഡാമേജസ് കൊണ്ടും പൊല്യൂഷൻ കൊണ്ടും സ്കിൻ ഏജ് ചെയ്യാം. അപ്പോൾ ആ ഒരു പ്രിമച്വർ ഏജിങ്ങും അല്ലാണ്ട് തന്നെ സ്കിൻ ഏജിങ്ങിൻ്റെയും ഒരു പ്രിവെൻഷനും കൂടി അല്ലെങ്കിൽ പ്രൊട്ടക്ഷനും കൂടിയാണ് എൻവയറമെൻറ്റൽ പൊല്യൂഷനും ഡാമേജസും ഒക്കെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ടുള്ള ഈ ഒരു ഫ്ലാക്സ് സീഡിൻ്റെ കഴിവ്. അപ്പോൾ ഞാൻ ചുരുക്കി പറയാം, ഫ്ലാക്സ് സീഡ് സ്കിന്നിന് ഏറ്റവും നല്ലൊരു കാര്യമാണ്. എല്ലാ ദിവസവും ഫ്ലാക്സ് സീഡ് ജെല്ല് മുഖത്ത് പുരട്ടിക്കോളൂ, ഒരു കുഴപ്പമില്ല, ഭയങ്കര നല്ലതായിരിക്കും. മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ട് ഇരിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു പാക്കിന് ഞാൻ ഉപയോഗിക്കാൻ പോണ ഒരു ജെൽ, ഒരു ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഫ്ലാക്സ് സീഡ് ജെൽ എടുക്കുന്നു. ഇതിനകത്തേക്ക് ആദ്യം 2 കാര്യങ്ങളാണ്. ഓറഞ്ച് പീലിൻ്റെ പൗഡർ കുറച്ചെടുക്കാം. ഓറഞ്ചിൻ്റെ മണം തന്നെയാണ് ഓറഞ്ച് പീൽ പൗഡർ. ഇത് ഡ്രൈഡ് ഫോമിലുള്ള ഓറഞ്ച് പീലാണ്. അത് നമ്മുടെ ഓറഞ്ചിൻ്റെ തോട് ഉണക്കി പൊടിച്ചെടുക്കുന്നതാണ്. ഇത് വാങ്ങാനും കിട്ടും. ഇത് ഒരു കാര്യം. ഇതിനകത്തേക്ക് കുറച്ച് ഓരോ ടീസ്പൂൺ, ഏകദേശം ഒന്നല്ല, ഏകദേശം ഒരു 2 ടീസ്പൂണോളം ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ജെല്ല് ആവശ്യാനുസരണം മിക്സ് ചെയ്യാം. അത് ജെല്ല് ഇതേ നോക്കി എങ്ങനെ വരുന്നത്, ജെല്ലി പോലെ ഇരിക്കുന്നത് ജെല്ല്. യു ക്യാൻ മിക്സ് ഇറ്റ്. കുറച്ചുകൂടി വേണം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് വേണമെങ്കിൽ ഇടാം. ഒരു മിക്സിയിലൊരു പ്രോസസ്സാണ്, അത് ജെല്ലായതുകൊണ്ട് പെട്ടെന്നൊന്നും ഇങ്ങനെ മിക്സായി കിട്ടില്ല. അപ്പോൾ ഡ്രൈഡ് ഫോമിലുള്ളത് ചേർത്ത് കഴിഞ്ഞു. ഇനി കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള ഓറഞ്ചിൻ്റെ പീൽ അരച്ചതുണ്ടല്ലോ അതുകൂടി ചേർക്കാം. ഈ ജെല്ലുമായിട്ട് മിക്സായി കിട്ടാൻ കുറച്ച് സമയമെടുക്കും. ഭയങ്കര സ്ലൈമി ആയിട്ടുള്ളൊരു ഓബ്ജക്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ പൊടി കുറച്ച് കൂടുതലിടണം, എന്നാലേ നമുക്കിങ്ങനെ കലക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് അപ്ലൈ ചെയ്യാം. പാക്കറ്റ് കൊടുക്കാം. അപ്പോൾ ജെല്ല് ആവശ്യത്തിന് വേണം. ആ ജെല്ലിൻ്റെ പ്രസൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഡ്രൈ ആകുന്നവരെ മുഖത്ത് വെച്ചേക്കാം. നല്ല തിക്കായിട്ടൊരു പാക്കാണ് ഇട്ടിരിക്കുന്നത്, അരച്ച് നല്ല കട്ടിക്ക്. ഓക്കെ, അത് ഫുള്ള്, ഓൾമോസ്റ്റ് ഫുള്ള് ഞാൻ യൂസ് ചെയ്തു. ബാക്കി കുറച്ചുള്ളത് കഴുത്തിലും കൂടി ഇടാൻ പറ്റും. ഓക്കെ, ഇത് ഓറഞ്ച് പീൽ പൗഡർ കുറച്ചുകൂടെ കൂടുതൽ ഞാൻ ഇട്ടിരുന്നു. ഫ്ലാക്സ് സീഡിൻ്റെ ജെല്ല് ഫുള്ളായിട്ടും ഉപയോഗിച്ചു. ഓക്കെ, ഇനി ഇതൊന്ന് ഡ്രൈ ആകട്ടെ, എന്നിട്ട് നമുക്കിത് തുടയ്ക്കാം. അപ്പോൾ ഏകദേശമൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഭയങ്കര ഡ്രൈ ആയിട്ടില്ല. ഈ ഒരു സമയം വാഷ് ചെയ്യാനായിട്ട് വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, കാണുന്നുണ്ടല്ലോ അല്ലേ, എന്ത് ബ്രൈറ്റ് ആൻഡ് ഗ്ലോയി ആയി നോക്കും.
തിക്കായിട്ടാണ് ഇട്ടിരിക്കുന്നത് കേട്ടോ. അത് കാരണമാണ് കുറച്ചുകൂടി ഇങ്ങനെ ഉണങ്ങാൻ സമയമെടുക്കും. പ്ലസ് പക്ഷേ ഇളക്കുമ്പോൾ കുറച്ചുകൂടി ഈസി ആയിരിക്കും എനിക്ക്. എന്ത് സ്മൂത്താ, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല. അത്രയും ഇഫക്റ്റീവായിട്ടുള്ളൊരു പാക്ക് ആൻഡ് ഫേഷ്യൽ. ഭയങ്കര പെട്ടെന്നൊരു ഗ്ലോയും ബ്രൈറ്റ്നസ്സും കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലോങ് ലാസ്റ്റിംഗ് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ സ്കിന്ന് ടൈറ്റൻഡ് ആകുന്നു, സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇമ്പ്രൂവ് ചെയ്യുന്നു, ഫൈൻ ലൈൻസ്, റിങ്കിൾസ് മുതലായ കാര്യങ്ങൾ, സാഗിങ് സ്കിന്നെല്ലാം വരാണ്ട് തടയും. താമസിച്ചേ വരുള്ളൂ. കുറച്ചുകൂടി ഇഫക്റ്റീവായിട്ട് നമ്മളെ കാത്തുരക്ഷിക്കും. ഓക്കെ, നമ്മുടെ സ്കിന്നിനെ ടൈറ്റാക്കും. ഇത് ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്യാം. ഓക്കെ, 2 പ്രാവശ്യമായാലും മതി. ഒരു ഫുൾ ഫേഷ്യലായിട്ട് ചെയ്യാനാണെങ്കിൽ 2 പ്രാവശ്യം ചെയ്താലും മതി. കാണുന്നുണ്ടല്ലോ. ഇനി കുറച്ച് ഫ്രഷ് വാട്ടർ അഗെയിൻ. നോക്കിയേ എങ്ങനെയുണ്ടെന്ന്. അയ്യോ, എത്ര നല്ല ഫേഷ്യലായതാ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഇത് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ആഴ്ചയിലൊരു 2 പ്രാവശ്യമെങ്കിലും ചെയ്യാം. പിന്നെ ഫ്ലാക്സ് സീഡ് ജെല്ലും മസാജ്, വെറുതെ ഫ്ലാക്സ് സീഡ് ജെൽ മസാജ് എല്ലാ ദിവസവും ആകാം. ഫ്ലാക്സ് സീഡ് ജെല്ല് എല്ലാ ദിവസവും മുഖത്തിടാം, ഒരു കുഴപ്പമില്ല. പാക്കായിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം. ആഴ്ചയിലൊരു 3 ദിവസം ചെയ്തോളൂ, ഒരു കുഴപ്പമില്ല. പിന്നെ ഓറഞ്ച് പീൽ ഓയിൽ ഉണ്ടാക്കിയിട്ട് ഓയിലും ഓറഞ്ചിൻ്റെ തോട് അരച്ചതും കൂടി മിക്സ് ചെയ്ത് വെച്ചിരുന്നാൽ അതൊരു ഓറഞ്ച് ഓയിലായിട്ട് കിട്ടും. അത് എല്ലാ ദിവസവും മുഖത്ത് തേക്കുന്നത് നല്ലതാണ്. നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ഓയിൽ എടുത്തോളൂ. ഞാൻ ഹോഹോബ ഓയിൽ പ്രിഫർ ചെയ്യും. ആൽമണ്ട് ഓയിലാണെങ്കിലും കുഴപ്പമില്ല, സ്വീറ്റ് ആൽമണ്ട് ഓയിൽ നോക്കിയിട്ട് നോൺ കൊമഡോജനിക് ആയിട്ടുള്ള ഓയിൽ തന്നെ എടുക്കണം. അതായത് പോസ് ക്ലോഗ് ചെയ്യാത്ത കാര്യങ്ങൾ അത്രമാത്രം ശ്രദ്ധിച്ചാൽ മതി. പിന്നെ ഇത് എല്ലാ ദിവസവും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ഫ്ലാക്സ് സീഡ് മുഖത്ത് വരുത്തുക എന്നുള്ളത്. കാണുന്നുണ്ടല്ലോ, ഭയങ്കര നല്ലതാണ്. സോ ഇറ്റ് ഈസ് വെരി വെരി ഇഫക്റ്റീവ്. അപ്പോൾ സ്കിന്നൊക്കെ നല്ല ടൈറ്റാകും. ഫ്ലാക്സ് സീഡ് എല്ലാ ദിവസവും മുഖത്തിട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ തന്നെ ഒരു ഫേംനെസ് കുറച്ച് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. ലൈൻസ് ഒക്കെ മാറും കേട്ടോ, വരാൻ താമസിക്കും. എല്ലാ ദിവസവും ചെയ്തുകൊണ്ടിരുന്നാൽ നിങ്ങൾക്ക് ഫൈൻ ലൈൻസ് ഇല്ലാണ്ട് തന്നെ ജീവിക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു ഭയങ്കര ഇഫക്റ്റീവ് റെമഡിയാണ്. ഇത് ഓറഞ്ചും കൂടി ആയതുകൊണ്ട് ഫുൾ ഓഫ് ആൻറ്റി ഓക്സിഡൻസ് ആണ്, വൈറ്റമിൻ സി. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. ഓറഞ്ചിൻ്റെ അല്ലി എടുത്തിട്ട് മുഖത്തിങ്ങനെ തേക്കുന്നത് നല്ലതാണ്. ഇന്ന് കാണിച്ച എല്ലാ കാര്യങ്ങളും ഒരുവിധം എല്ലാ ദിവസവും നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ഇപ്പം മുഖം നോക്കിയാൽ നല്ല ഹൈഡ്രേഷൻ ആൻഡ് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ഇനി ഇത് കഴിഞ്ഞിട്ട് എനിക്ക് മുഖത്ത് ഒരു ക്രീം പോലും തേക്കേണ്ട ആവശ്യമില്ല, അത്രയും മോയ്സ്ചറൈസ്ഡ് ആൻഡ് ഹൈഡ്രേറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. തൊടുമ്പോൾ തന്നെ അറിയാം. ആ ഓറഞ്ച് ഓയിലൊക്കെ ജസ്റ്റ് ഒന്ന് തുടച്ച് മാറ്റിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് ആ പാക്കും കൂടി ഇട്ട് കഴിഞ്ഞപ്പോൾ എക്സലൻ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നല്ലൊരു പാക്കാണ്, നല്ലൊരു ഫേഷ്യലാണ് ഇത്, ഓറഞ്ച് ഫേഷ്യൽ. ദിസ് ഈസ് ഗുഡ് ഫോർ സ്കിൻ ടൈറ്റനിങ്, സ്കിൻ ബ്രൈറ്റനിങ്, ഗ്ലോ. പിന്നെന്താ, ഫൈൻ ലൈൻ, സാഗിങ് ഇതൊന്നും ഉണ്ടാവില്ല, അടിപൊളിയായിട്ട് വരും. അപ്പോൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല എഫക്റ്റീവ് ആയിരിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ ഈ വീഡിയോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു ഓൾ.